പ്രായം 10-30 ആയില്ലേ, ഇപ്പോഴും പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്ന നാട്ടുകാരോടാണ്. നമ്മൾ പഠിക്കുകയല്ല, പോരാടുകയാണ്. നമ്മുടെ സമ്മതത്തോടെ അല്ലാതെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാത്തതോ ആയി കിട്ടിയ ഒന്നില്ലേ നമ്മുടെ പേര്. ആ പേരിൻ്റെ കൂടെ നമ്മുടെ ഇഷ്ടത്തോടെ നമ്മുടെ എഫേർട്ട് കൊണ്ട് ഡോക്ടർ എന്ന ഡിഗ്രി ചേർക്കൽ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. PhD ഒരു ദീർഘകാല ഗവേഷണമാണ്. ഒരിക്കലും തീരാത്തൊരു വായനയാണത്. ഒരു പുസ്തകത്തിൽ നിന്നും അടുത്ത പുസ്തകത്തിലേക്കുള്ള വായന. ആ യാത്ര ചിലർക്ക് 5-6 വർഷം എടുക്കും, മറ്റു ചിലർക്ക് 8-10 വരെ വർഷം എടുക്കും. ആ യാത്രയിൽ ഫാമിലി ലൈഫ്, സോഷ്യൽ ലൈഫ് എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും ഇതെല്ലാം ഒരുപോലെ മാനേജ് ചെയ്യണം എന്ന ബോധവും നമുക്കുണ്ട് കേട്ടോ. കാരണം PhD കഴിഞ്ഞാലും മറുവശത്ത് വേറൊരു ലൈഫ് നമ്മളെ കാത്തിരിക്കുകയാണ്. എങ്കിലും എത്ര വേഗത്തിൽ റിസർച്ച് കഴിയുന്നോ അത്രയും വേഗത്തിൽ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കിട്ടുമെന്ന് കരുതി പലപ്പോഴും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും പല മുഖങ്ങളും മറക്കാറാണ് പതിവ്. പകരം നമ്മുടെ ഉറ്റവരും സുഹൃത്തുക്കളുമായി നമ്മുടെ പുസ്തകങ്ങൾ മാറും. ആരോഗ്യം പോലും നോക്കാതെ എല്ലാം നേടിയതിനു ശേഷം ആരോഗ്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറും വട്ടപൂജ്യമാണ് എന്ന് റിയലൈസ് ചെയ്തതോടുകൂടി എനിക്കായുള്ള സമയം ഞാൻ ജിമ്മിൽ കണ്ടെത്തി. PhDയുടെ ഒരു ഫേസിൽ എത്തിക്കഴിയുമ്പോൾ ഫ്രണ്ട്സ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് പോകുന്നത് സാധാരണമാണ്. കാരണം ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിലും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ നമുക്ക് സമയം തികയാറില്ല. ഒരു ദിവസം 10-12 മണിക്കൂർ ഒരേ ഇരുത്തം ഇരുന്ന് വർക്ക് ചെയ്യും. കാരണം കൃത്യസമയത്ത് തന്നെ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തുടർന്നുള്ള യാത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി നന്നായി നേരിടേണ്ടി വരും. സമയത്തിൻ്റെ വില നന്നായി അറിയുന്നവരാണ് നമ്മൾ. എത്രമാത്രം റിജക്ഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകാറെന്നറിയോ? അതുകൊണ്ട് തന്നെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടവരാണ് ഞങ്ങൾ. ഈ പെരും മഴയത്ത് കുറച്ചധിക സമയം പുതച്ചു മൂടി കിടന്നുറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അപ്പോഴൊക്കെ ഒരു വരി നമ്മളെ തട്ടിയുണർത്തും. അതിങ്ങനെയാണ്: എവറി മോർണിംഗ് യു ഹാവ് 2 ചോയ്സസ്. കണ്ടിന്യൂ ടു സ്ലീപ്പ് വിത്ത് യുവർ ഡ്രീംസ് ഓർ വേക്ക് അപ്പ് ആൻഡ് ചേസ് ദം. നിങ്ങൾ PhDയെ ഒരു ഡിഗ്രിയായി മാത്രം കാണുന്നു. അതിന് പിന്നിലുള്ള അൺസീൻ എഫേർട്ടുകൾ കാണാറില്ല. നിശബ്ദമായി സഹിച്ച വർഷങ്ങൾ കാണാറില്ല. സോ അതെ, നമ്മൾ പഠിക്കുകയല്ല, പോരാടുകയായിരുന്നു.